രഞ്ജി ട്രോഫി ഫൈനലിൽ വിദർഭയെ നേരിടാനൊരുങ്ങി കേരളം. ബുധനാഴ്ച മുതൽ നാഗ്പൂരിലാണ് മത്സരം. 2019 രഞ്ജി സെമിയിലേറ്റ പരാജയത്തിന് വിദർഭയോട് കണക്കുതീർക്കാൻ കൂടിയാണ് കേരളം ഇറങ്ങുന്നത്. ആറ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കേരളം വിദർഭയ്ക്കെതിരെ ഇറങ്ങുകയാണ്. അന്ന് വയനാട്ടിലേറ്റ മുറിവിന് വിദർഭയുടെ ഹോം ഗ്രൗണ്ടിൽ മറുപടി ചോദിക്കണം. രഞ്ജിയുടെ ഈ സീസണിൽ തോൽവി അറിയാത്ത വിദർഭയ്ക്ക് പക്ഷേ കേരളത്തോട് വിയർക്കേണ്ടി വരും. ബാറ്റിംഗിലും ബൌളിംഗിലും കേരള താരങ്ങൾ മിന്നും പ്രകടനമാണ് പുറത്തെടുക്കുന്നത്. ജമ്മുവിനെതിരായ ക്വാർട്ടറിൽ പേസ് ബൌളർമാർ തിളങ്ങിയെങ്കിൽ സെമിയിൽ ഗുജറാത്തിനെതിരെ വിജയമൊരുക്കിയത് സ്പിന്നർമാരാണ്. ടോപ്പ് ഓർഡർ മുതൽ വാലറ്റം വരെ ഏത് നിമിഷവും വലിയ സ്കോർ കണ്ടെത്തുന്ന ബാറ്റിംഗ് നിര. വൺ ഡൗണിൽ മാത്രമാണ് കഴിഞ്ഞ 2 മത്സരങ്ങളിലും കേരളത്തിന് നിരാശയുണ്ടായത്. ഷോൺ റോജറെയും വരുൺ നായനാരെയും പരീക്ഷിച്ചെങ്കിലും 3-ാം നമ്പർ ബാറ്ററിൽ നിന്ന് പ്രതീക്ഷിച്ച റൺസ് വന്നിട്ടില്ല. സൽമാൻ നിസാറിന്റെയും മുഹമ്മദ് അസുറുദ്ദീന്റെയും നായകൻ സച്ചിൻ ബേബിയുടെയും സ്ഥിരതയാർന്ന പ്രകടനവും കേരളത്തിന് പ്രതീക്ഷ നൽകുന്നു. കപ്പല്ലാതെ മറ്റൊരു ലക്ഷ്യമില്ലെന്ന് നായകൻ പറയുന്നു. നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമ്മളെ തോപ്പിച്ചിട്ട് പോയതാണ്. അപ്പം ഇത്തവണ നമുക്ക് അതിന്റെ ഒരു റിവെഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണ്. എല്ലാവരും നല്ല ഒരു ഫ്രെയിം ഓഫ് മൈൻഡ്, നല്ല ഫോമിലാണ് എല്ലാവരും ബാറ്റ് ചെയ്യുന്നതും ബോൾ ചെയ്യുന്നതും കളിക്കുന്നതും. അഹമ്മദാബാദിൽ ഇന്ന് വിശ്രമത്തിന് ശേഷം ടീം നാളെ നാഗ്പൂരിലേക്ക് തിരിക്കും. അവസാന 6 മത്സരങ്ങളിൽ സ്വന്തം തട്ടകത്തിൽ തോൽവി അറിയാത്ത വിദർഭയെ വീഴ്ത്തി രഞ്ജിയിൽ കിരീടമെന്ന കേരളത്തിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുകയാണ് സച്ചിൻ പടയുടെ ലക്ഷ്യം. സ്പോർട്സ് ഡെസ്ക്, മീഡിയ 1.